ഇന്ന് ഞാൻ ഗാജർ ഹൽവ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് പിന്നെ ഗാജർ എല്ലാതും ആക്കിയിട്ട് പിന്നെ തീ കത്തിച്ച് ടെസ്റ്റിൻ്റെ മേലിൽ പിന്നെ നെയ്യൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ കിടന്നൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ആക്കിയിട്ട് ഞങ്ങളെല്ലാവരും അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പപ്പ അത് ചെയ്യുന്നു. ബട്ടറൊക്കെ ഇട്ടിട്ട് പിന്നെ മുന്തിരി ഇട്ടിട്ട് പിന്നെ കുറച്ച് ഒന്നും കൂടി മുന്തിരി ഇടുക നെയ്യിലാക്കിയിട്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് അത് ഇങ്ങനെ എടുക്കുക. ബ്ലാക്ക് ഐൻഡിയിൽ കുറച്ചൊന്ന് എടുക്കുക. പിന്നെ തീ അങ്ങനെ കെടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ആക്കിയിട്ട് പിന്നെ മുന്തിരി ഇങ്ങനെ ബ്ലാക്ക് ആയപ്പോൾ എടുത്ത് എന്നിട്ട് തേങ്ങ ഇട്ട്. ഒരു ദിവസം തേങ്ങ ഇട്ടില്ല. പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് പിന്നെ ഇട്ടിട്ട് പിന്നെ കുറച്ച് നെയ്യിട്ട് ബ്ലാക്ക് ഐൻഡിൽ എടുക്കണതാണ് ഞങ്ങളിപ്പോൾ. ഞങ്ങൾ തീരെ അതൊന്നും ഇട്ടില്ലേ, ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങൾ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പറഞ്ഞതാണ്. പിന്നെ ഗാജറുണ്ട്. ഗാജർ നല്ല ആക്കിയിട്ട് പിന്നെ ഗാജർ ആ ചട്ടിയൊക്കെ ഇട്ടെടുത്ത് പിന്നെ ഞങ്ങൾ അത് ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇങ്ങനെ ഇടുക. അത് കഴിഞ്ഞിട്ടിലാണ് എന്നിട്ട് ഇങ്ങനെ എടുത്തെടുത്തിട്ട് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ മിസ്സാക്കുക. അത് ഇങ്ങനെ വന്ന് പിന്നെ അവൾ മിസ് ചെയ്തിട്ട് പിന്നെ അവൾ തീ ചിലപ്പോൾ കെടും. അപ്പോൾ അവൾ രാത്രി വരെ അവനാക്കി. എന്നിട്ട് അത് കുറേ നേരം എടുക്കുവേ. എന്നിട്ട് പാൽ ഒഴിച്ചപ്പോൾ തന്നെ കഴിക്കാൻ തോന്നി. അപ്പം തന്നെ പൊതി വരുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ കളിക്കുന്നു. ഇതിൻ്റെ പപ്പ ഒക്കെ ചെയ്യുന്നു. പിന്നെ മിസ്സാക്കിയിട്ട് പിന്നെ ഇങ്ങനെ പുകയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇളക്കി ഇങ്ങനെ പാലൊക്കെ ഗാജറൊക്കെ യെല്ലോ ആയിട്ട് വരും. പിന്നെ പാലൊക്കെ പിന്നെ മധുരക്ക് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് പിന്നെ ശർക്കര ഇട്ടിക്കണു. കുറച്ച് ഉപ്പ് അതിട്ടിട്ട് പിന്നെ മിസ്സാക്കിയിട്ട് അത്രക്ക് ഉപ്പ് വേണ്ടേ കുറച്ച് പിന്നെ ഒന്നുകൂടി ഇട്ടിട്ട് പിന്നെ ശർക്കര ഇടുക. എന്നിട്ട് നമുക്ക് പപ്പക്ക് ലീവായിരുന്നു. അതുകൊണ്ട് ഉണ്ടാക്കുക. മേലെ പോയിട്ട് ഞങ്ങൾ അവിടുത്തെ കുട്ടികളൊക്കെ വന്നിട്ടാ. അപ്പോൾ ഹൽവ ഉണ്ടാക്കി ഇതാണ് ഞങ്ങൾ ഹൽവ. ഞാൻ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞ്.